ഗൈസ് ഞങ്ങളിന്ന് ഗേൾസ് ട്രിപ്പ് പോവാണ് ഗൈസ്. ഒരു ആകെയുള്ളൊരു ബോയ് എന്ന് പറയുന്നത് ഡ്രൈവർ ചേട്ടൻ മാത്രമാണ്. ഞങ്ങൾക്ക് ഒരു ആൺതരി എന്ന് പറഞ്ഞ ചേട്ടൻ മാത്രമാണ്. ആരൊക്കെയുള്ള നോക്കൂ, ചിച്ചായുണ്ട്, ഞാനുണ്ട്, എന്റെ അമ്മയുണ്ട്, ഞങ്ങളൊരു തീർത്ഥാടന യാത്രയാണ് പോകുന്നത്. പള്ളിയിലോട്ടാണ്. അത് നമ്മളൊരു തീർത്ഥാടന യാത്രയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെ അതെ, അപ്ഡേറ്റ്സ് അറിയിക്കുന്നതായിരിക്കും. നിങ്ങളെ ഞങ്ങളുടെ യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ്. നല്ല വഴി നല്ലതാണ്. ഒരു മൂന്നാർ വൈബിലാണ് ഞങ്ങൾ യാത്ര. ഗൈസ് ഞങ്ങൾ ഒരു കാപ്പി കുടിക്കാനുള്ള ബ്രേക്കിലാണ് ഗൈസ്. എല്ലാരും വലിയ നമുക്ക് വേണ്ടി കാപ്പി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. വെറ്റുള്ളി നമുക്ക് വേണ്ടി അട ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർ അവിടെ നിന്ന് കാപ്പി കുടിക്കുന്നുണ്ട്. അട എടുക്കൂ ഗൈസ്, അട കാണട്ടെ. നമ്മുടെ ഇടനെ ചക്കട ഇരിക്കുന്ന അതെ കാണുക സുഹൃത്ത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. അരുവിത്തറ വെല്ലിച്ചൻ എന്നാണ് പറയുന്നത്. സെൻറ്റ് ജോർജിൻ്റെ തന്നെ വേറൊരു വെർഷൻ പോലെയാണ്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു പള്ളിയാണ്. നമ്മളവിടെ കയറി നേർച്ചയൊക്കെ ഇട്ടു, പ്രാർത്ഥിച്ചു. അവിടെ ഒരു കെട്ടുകുർബാന നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളതൊക്കെ കണ്ടു കേട്ടോ. ചെക്കൻ്റെ പെണ്ണിനൊക്കെ കയറി ചുമ്മാ കണ്ടു. നമുക്ക് രസമല്ലേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ ഒരു ഗ്രോട്ട കണ്ട്. മാതാവിന് സ്വർഗാരോപണം ഉണ്ടായിരുന്ന ഗ്രോട്ടായിരുന്നേ. പിന്നെ അവിടെ ചരിത്രവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കി. പിന്നെ നമ്മൾ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി. അതെന്ന് പറയുന്നത് വെല്ലിച്ചൻ മല എന്നാണ്. വെല്ലിച്ചൻ മല അത് നമ്മൾ ഈ നോമ്പിൻ്റെ സമയത്ത് 14 സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കുരിശിൻ്റെ വീട് സ്ഥലങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കാറിലാണ് പോയത്. നടന്നും കയറുന്ന പോലെ സ്ഥലങ്ങളുണ്ടായിരുന്നേ. അത് നമ്മൾ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഈ 14 സ്ഥലങ്ങൾ ഉണ്ടാക്കി വെച്ചതിനൊക്കെ കണ്ടു. അപ്പം നമ്മൾ അത്ഭുതത്തോടെയാണ് കാണുന്നത് കേട്ടോ. കാരണം നല്ല ആ മലയുടെ മുകളിലാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെയും ഈശോ ആളുകളെ പഠിപ്പിക്കുന്ന പോലെ ഒരു ഗ്രോട്ടോ ഉണ്ട്. അപ്പോൾ ഇവർ അമ്മമാരൊക്കെ ഇങ്ങനെ ചുറ്റും ഇരുന്നിട്ട് ഈശോ ഞങ്ങളെ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. ഭയങ്കര രസമാണ്. ഇങ്ങനെ മലയുടെ മുകളിലുള്ള പ്രസംഗം പോലെയാണത്. പിന്നെ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഉണ്ട്. പിന്നെ ഒത്തിരി ഗ്രോട്ടോകളുണ്ടായിരുന്നു അവിടെ. പിന്നെ താഴേക്ക് പോകുമ്പോൾ നമ്മൾ ഈശോനെ കല്ലറയിൽ സംസ്കരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ കുരിശിൻ്റെ വഴിയിൽ. അതുപോലെ ഒരു കല്ലറയും ഈശോനെ അങ്ങനെ കെടുത്തിയേക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിവർ എല്ലാവർക്കും ഒരു ഇമോഷണൽ ആവുന്നൊരു മൊമെൻ്റാണത്. എല്ലാവരും കണ്ണ് നിറഞ്ഞു പോയി ഈശോനെ അങ്ങനെ കല്ലറയെ കെടുത്തി കാണുമ്പോഴൊക്കെ. നമുക്കാണെങ്കിലും അങ്ങനത്തെ ഒരു മൊമെൻ്റായിരുന്നു. പിന്നെ യോനപ്രവാചകനെ മീൻ വിഴുങ്ങുന്ന ഇൻസിഡൻ്റൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രോട്ടയുണ്ട്. അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷൻ 3ലേക്ക് പോവുകയാണ്. ഭരണങ്ങാനം നമ്മുടെ അൽഫോൻസാമ്മയുടെ മഠം കേട്ടോ ഇത്. അവിടെ ഇങ്ങനെ അമ്മ ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങളൊക്കെ വെച്ച് ചെറിയൊരു മ്യൂസിയം പോലെയൊക്കെയാണ്. നമ്മളവിടെ കയറി കാര്യങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഡെസ്റ്റിനേഷൻ 4ലേക്ക് പോയി. ഭരണങ്ങാനം പള്ളി. അവിടെ നടന്നു പോകാനുള്ള വഴിയുള്ളൂട്ട് പള്ളിയിലോട്ട്. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. അതിന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. ഡെസ്റ്റിനേഷൻ നമ്പർ 5 എന്ന് പറയുന്നത് ചെറുപ്പങ്കൽ പള്ളിയാണ്. ഉണ്ണിമിശിഹായുടെ പള്ളി. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ആ പള്ളിയിൽ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഇടവപ്പള്ളി കൂടിയായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് ഉണ്ണീശോനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ കുടമാളൂരാണ്. അൽഫോൻസാമ്മയുടെ വീട്. അതൊരു മഠം പോലെയാണ് കേട്ടോ. ഇപ്പം അൽഫോൻസാമ്മ താമസിച്ച വീടിനും ചുറ്റുമായിട്ട് വേറൊരു വീടുണ്ടാക്കിയ കണ്ടോ അതുപോലെ. അതിൻ്റെ ഉള്ളിലാണ് അൽഫോൻസാമ്മയുടെ വീട്. പഴയ ചാണകം മെഴിഞ്ഞ ഒരു വീടാണ് കേട്ടോ അത്. അവിടെ നമ്മളൊരു ആചാരം കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കുട്ടികൾ മറ്റാരെങ്കിലുമൊക്കെ നേർച്ച നേരും അത്രേ. കുട്ടികളുണ്ടാവാനോ അല്ലെങ്കിൽ പരീക്ഷ പാസ്സാവാനോ അങ്ങനെ എന്തെങ്കിലും നേർച്ച നേർന്നിട്ട് അവരത് അത് സാധിച്ചു കഴിയുമ്പം ഒരു മുറിയിൽ ഇങ്ങനെ ചാണകം മെഴുകും. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ചാണകമൊക്കെ കൊണ്ടുവന്ന് അവർ തന്നെ മെഴുകുമെന്ന്. അതൊരു പ്രത്യേകത ആചാരമല്ല. ഞാനും അത്ഭുതപ്പെട്ടാണ് കണ്ടായിരുന്നത്. അത് ഞാൻ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഇപ്പോൾ ഡെസ്റ്റിനേഷൻ നമ്പർ 7 നമ്മുടെ മാന്നാനാണ്. നമ്മൾ ചാവറ പിതാവിൻ്റെ മൊണാസ്ട്രിയും കാര്യങ്ങളൊക്കെ ആട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടവും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ പള്ളിയിലുണ്ടല്ലോ 14 സ്ഥലങ്ങളും കുരിശിൻ്റെ വരെയായിട്ട് ഫോട്ടോ വെച്ചാണ് എൻ്റെ കോട്ട്സ്. ഭയങ്കര ഒരു സ്പെഷ്യലായിരുന്നു കേട്ടോ. നമുക്ക് ഹാർട്ട് ടച്ചിങ് പോലെ തോന്നും. ഇത് കണ്ടു. ഇതൊക്കെ ആ മൊണാസ്ട്രിയുടെ ഒരു ഏരിയയാണ്. നിറച്ചും മരങ്ങളും മാവും ഒക്കെ ആയിട്ട് ഭയങ്കര സമൃദ്ധമായിട്ടുള്ളൊരു സ്ഥലം പോലെയാണ്. നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ തോന്നുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈവനിങ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഒത്തിരി സമയം കളയാനില്ലാത്തതുകൊണ്ടും നമ്മൾ അവിടെ നിന്ന് പോന്നു. പതുക്കെ പോന്നു. പള്ളിയൊക്കെ കണ്ട്
അവിടെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അച്ഛനെ കണ്ട് സംസാരിച്ചൊക്കെ പോകുന്നു കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്ന അച്ഛൻ ചാവറപ്പിതാവ് ചർച്ചയ്ക്ക് പോയിരുന്നൊരു സ്ഥലമാണെന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെയും കയറി കണ്ടു, എല്ലാം കണ്ടു. അപ്പോൾ ഞങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി, എല്ലാവരും വീടുകളിലേക്ക് മടങ്ങി. ഞങ്ങളെല്ലാവരും ഫ്രഷായി നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഒരു തീർത്ഥാടനമായിരുന്നു. 5 പള്ളികൾ സന്ദർശിക്കാമെന്ന് പറഞ്ഞാൽ പോയത്, പക്ഷെ നമ്മളൊരു 8 പള്ളിയോളം കയറിയിട്ടുണ്ട്. ഒത്തിരി രസമുള്ളതാണ്. അപ്പോൾ നിങ്ങളും ഭരണങ്ങാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്ന കുറേ സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ പോയിട്ടുള്ളത്. ഭരണങ്ങാനം പള്ളി ഉണ്ടായിരുന്നു, അരുവിത്തര വല്യച്ഛൻ്റെ പള്ളി ഉണ്ടായിരുന്നു, കുടമാളൂരുണ്ടായിരുന്നു, മാന്നാനം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം നല്ലൊരു മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മമാരെ കൊണ്ടും ഇതുപോലെ ഇഷ്ടമുള്ള ആളുകളെ കൊണ്ടും നിങ്ങൾ ഒരു ദിവസമൊക്കെ ഇങ്ങനെ യാത്രയൊക്കെ പോകാട്ടോ. അപ്പോൾ അങ്ങനെ യാത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും വീടെത്തി. എല്ലാവരും നല്ല സന്തോഷമായിട്ട് യാത്ര കഴിഞ്ഞു. ഞങ്ങളുടെ വീഡിയോ എൻജോയ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൾ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.